പാകിസ്ഥാൻ്റെ വിദേശ മന്ത്രാലയത്തിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് പറയുന്നത് ഈ ടൂറിസ്റ്റുകളുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. അത് ജമ്മു കാശ്മീരിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ അധീനതയിലുള്ള ജമ്മു കാശ്മീരിലാണ് ഇതുണ്ടായത്. ബന്ധുക്കൾക്ക് എല്ലാവിധ അനുശോചനങ്ങളും നേരുന്നു എന്നുള്ളതാണ്. പക്ഷേ അല്പസമയം മുമ്പ് പാകിസ്ഥാൻ്റെ നിയമമന്ത്രി ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്ത്യയാണ് ഇതിന് പിറകിൽ എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഫ്ലാഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ സൈന്യം നടത്തിയ ഒരു നീക്കം എന്നുള്ള തരത്തിലാണ് ഇത് വിശേഷിപ്പിക്കുന്നത്. കശ്മീർ ജനതയുടെ സ്വയംഭരണ പോരാട്ടങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കമാണ്. US വൈസ് പ്രസിഡന്റ് JD വൻസ് അടക്കമുള്ള ലോക നേതാക്കളൊന്നും ഇതിൽ വീഴരുത് അല്ലെങ്കിൽ ഈ വെട്ടിൽ വീഴരുത് എന്നുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇത് പതിവ് പോലെ പാകിസ്ഥാൻ ഏതാക്രമണം ഉണ്ടായാലും നടത്തുന്ന ഒരു പ്രതികരണം മാത്രമാണ്. ഇന്ത്യയുടെ ഫ്ലാഗ് ഓപ്പറേഷനാണ് അല്ലെങ്കിൽ ഇന്ത്യ നടത്തിയ ഒരു നടപടിയാണ്. കശ്മീർ ജനതയുടെ പോരാട്ടങ്ങളെ കുറച്ച് കാണിക്കുന്നതിനുള്ള നീക്കം തുടങ്ങിയ തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണിത്. പാകിസ്ഥാൻ സാധാരണയായി പുറത്തിറക്കുന്ന ഒരു വാർത്താക്കുറിപ്പിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ വലിയ ഒരു ഗൗരവം ഇക്കാര്യത്തിൽ നൽകേണ്ട കാര്യമില്ല എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പാകിസ്ഥാൻ്റെ പിന്തുണയുള്ള ISI രൂപീകരിച്ചിട്ടുള്ള ലഷ്കർ-ഇ തയ്യബയുടെ തന്നെ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ഈ സംഭവത്തിൻ്റെ പിറകിൽ എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ ജാതി മതം തിരിച്ചും തിരിച്ചറിയൽ കാർഡുകൾ നോക്കിയുമൊക്കെ തന്നെയാണ് ഇപ്പോൾ അവിടെ ഈ ആക്രമണം നടത്തിയത് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ്റെ കരങ്ങൾ എന്തായിരുന്നാലും ഇതിൻ്റെ പിറകിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ ഇന്ത്യ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ എല്ലാ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾക്കും ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടി നൽകിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലും സമാനമായൊരു സംഭവം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി യോഗം 11 മണിക്ക് ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ പങ്കെടുക്കും. സൗത്ത് ബ്ലോക്കിൽ വെച്ചാണ് യോഗം ചേരുന്നത്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റീസ് 11 മണിക്ക് ചേരുന്നു. പ്രധാനമന്ത്രി അധ്യക്ഷം വഹിക്കും. എങ്ങനെ ഈ പ്രതിസന്ധിയെ നേരിടണം എന്നുള്ളതാണ് പ്രധാന ചർച്ചാ വിഷയം. ബരാമുള്ളയിൽ 2 ഭീകരരെ വധിച്ചിട്ടുമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം ഞങ്ങൾ ഇതിലില്ല എന്നുള്ളതാണ്. ഇത് കാശ്മീർ ജനതയുടെ സ്വയംഭരണത്തെ അട്ടിമറിക്കാനുള്ള ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ബോധപൂർവമായ നീക്കം എന്ന ആരോപണമാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത്. ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങളൊക്കെ നടക്കുമ്പോൾ അതിർത്തി കടന്നുള്ള ഭീകരത പാകിസ്ഥാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ്. അതൊക്കെ നടക്കുമ്പോൾ അവർ മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതികരിക്കാറുള്ളത്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ അപലപിക്കുന്നു ഇന്നലത്തെ ആക്രമണത്തെ.